ഹായ് ഓൾ, നമ്മൾ ഇന്നത്തെ സെഷൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ദേവസ്വം ബോർഡില നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ രാവിലെ ന്യൂസ് കണ്ടപ്പോ ഞാനും ഒന്ന് ആലോചിച്ചത് എത്ര നാളുകൊണ്ട് ദേവസ്വം ബോർഡ് ഇങ്ങനെ പറയാണ് വിജ്ഞാപനം ഉടൻ. പക്ഷെ ഇതുവരെ വിജ്ഞാപനം വന്നിട്ടില്ല. അപ്പൊ എന്താണ് ഇതിനകത്തിലെ പ്രശ്നം, എവിടെയാണ് ഇത് തടസ്സം, ഉടനെ വിജ്ഞാപനം വരിക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടാനുമായിട്ട് നമ്മുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മള് ഐ തിങ്ക് നവംബർ മുതൽ കേൾക്കുക ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഒഴിവുകൾ കൊണ്ട് ഉടനെ തന്നെ ഒരു 439 വിജ്ഞാപനം ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ഉടനെ വരുമെന്ന്. അപ്പൊ നമ്മളൊക്കെ കാര്യമായിട്ട് ഇതനുസരിച്ച് കുറച്ചാളുകളൊക്കെ പഠനവും തുടങ്ങി. അപ്പൊ ഈ പഠനമൊക്കെ തുടങ്ങി കുറെ കഴിഞ്ഞപ്പോഴാണ് വിജ്ഞാപനമില്ല. അതുകൊണ്ട് നമ്മുടെ പഠനം എല്ലാം വീണ്ടും താഴേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ചില ഉദ്യോഗാർത്ഥികളും ദേവസ്വം ബോർഡ് വിളിച്ചപ്പോ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു, അവിടെ സോഫ്റ്റ്വെയർ മാറുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ആണ് വിജ്ഞാപനം വൈകുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ PSC വെബ്സൈറ്റ് ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് നോക്കിയാൽ മനസ്സിലാകും അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവര്. അപ്പൊ ഇപ്പൊ അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൽ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും LD-യുടേതാണെന്നാണ്. അതിൽ ആദ്യം വരുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ LD ഇതിനകത്തിൽ ആകെ 23 വേക്കൻസികൾ മാത്രമേ LD ക്ലർക്ക് ഉള്ളൂ കേട്ടോ. പിന്നെ റൂം ബോയ് 118, സാനിറ്റേഷൻ വർക്കർ 115, വാച്ച്മാൻ 31, കൗബോയ് 30, ദെൻ അസിസ്റ്റന്റ് ലൈൻമാൻ 16, ഹെൽപ്പർ 12, ശാന്തി അസിസ്റ്റന്റ് ലൈൻമാൻ 16, ഹെൽപ്പർ 14, ശാന്തി 12, വർക്ക് സൂപ്രണ്ട് 10, വിളക്കത്തോട 8, പ്ലംബർ 6. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം വരാൻ പോകുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ ആണ്, ഉടൻ വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ ഉടനെ വരികയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, അതിന്റെ തൊട്ട് പുറകെ തന്നെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഉണ്ട്. അവിടെ LD ക്ലർക്ക് അതുപോലെ സ്റ്റോറോ ഗാർഡ് ആ ഒരു പോസ്റ്റിലേക്കും നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവര് പറയുന്നുണ്ട് ആദ്യം വിജ്ഞാപനം ഗുരുവായൂർ ദേവസ്വത്തിലേക്കായിരിക്കും എന്ന് പറയുന്നു. പുതിയ സോഫ്റ്റ്വെയർ സ്ഥാപിച്ചാലുടൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള 38 ടെസ്റ്റുകളിലേക്കുള്ള വിജ്ഞാപനമാണ് ആദ്യം നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തൊട്ട് പണിക്ക് തന്നെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ സ്റ്റോർ റൂം ഗാർഡിന്റെയും അതേപോലെ തന്നെ LD ക്ലർക്കിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല ഇവരിപ്പം നമ്മൾ OMR എക്സാംസ് ഒക്കെ മാറ്റിയിട്ട് ഓൺലൈനിലേക്ക് ആക്കാൻ പോകണമെന്ന് കൂടെ പറയുന്നുണ്ട്. ഓൺലൈൻ പരീക്ഷകളിലേക്കും ദേവസ്വം ബോർഡ് കടക്കാണെന്നൊക്കെ പറയുന്നുണ്ട് പുതിയ സോഫ്റ്റ്വെയർ വരുന്നതനുസരിച്ച്. അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും ഇതിനെ പറ്റിയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ്. പിന്നെ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് പഠിക്കണം. പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞു ഇത് കുറെ നാളായിട്ട് കേൾക്കല്ലേ, നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ട്, പക്ഷെ നോട്ടിഫിക്കേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ പഠിക്കണോ മക്കളെ? ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് എന്ത് മാത്രമേ പഠിക്കുന്നുള്ളൂ? സ്പെഷ്യൽ ടോപ്പിക്, അതായത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, ക്ഷേത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും എന്നൊക്കെ പറയുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക്. ബാക്കി GKയും ഇംഗ്ലീഷും മലയാളം ഒക്കെ നമ്മൾ ഒരു PSC എക്സാമിന് പഠിക്കുന്നത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ആ ലെവലിൽ തന്നെ പഠിക്കുക. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പോയാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും വേണ്ടത്. പിന്നെ ദേവസ്വം ബോർഡ് പഠിച്ചാൽ ജോലി കിട്ടില്ല, എനിക്ക് തോന്നുന്നുണ്ട് അത് പൂർണ്ണമായിട്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മുടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ LDC വന്ന സമയത്ത് ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിലായിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ നമ്മുടെ ആ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു തളിയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നെ വിളിക്കണ്ടായി. ആ കുട്ടിയുടെ വീട് കൊല്ലത്താണ്. അപ്പൊ അവന് തളിയായിട്ട് ജോലി കിട്ടി, അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടാണ് വിളിക്കുന്ന മിസ്സേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നന്നായി പഠിക്കുന്നവർക്ക് നമുക്ക് ജോലി കിട്ടും. അതിപ്പോ ദേവസ്വം ബോർഡ് ആണെങ്കിലും കേരള PSC ആണെങ്കിലും ഒക്കെ അതെ. പക്ഷെ അത് ആദ്യ റാങ്കുകളിൽ എത്തണം. അപ്പൊ PSC വരെ റാങ്ക് ലിസ്റ്റ് ചുരുക്കുക, ദേവസ്വം ബോർഡ് അങ്ങനെ തന്നെ ചെറിയൊരു റാങ്ക് ലിസ്റ്റേ വരത്തുള്ളൂ. അതിൽ ഉൾപ്പെടുന്ന മാക്സിമം ആളുകൾക്ക് ജോലി കൊടുക്കാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. സോ അല്ലാതെ ദേവസ്വം ബോർഡ് പറ്റിക്കുന്നു, അത് ജോലി കിട്ടില്ല, അങ്ങനെയൊക്കെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കുള്ളൂ. LD ആയിട്ടും തളിയായിട്ടും ഒക്കെ ജോലി കയറി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്ക് പേഴ്സണലി അറിയാം. സോ നന്നായി പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ അപ്ഡേഷൻസ് കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ അറിയിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ദേവസ്വം ബോർഡിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ സിലബസ് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആയിട്ടുള്ള ലൈവ് ഉണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, ഇബുക്ക് ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഓരോ ടോപ്പിക്കുകളും കഴിയുമ്പോൾ അതിന്റെ എക്സാംസും ഒക്കെ അവൈലബിൾ ആണ്. സോ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കസ്റ്റമർ കെയറിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്.
വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.